കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലൂടെ ചരിത്ര ഇതിഹാസം എഴുതിയ മഹാനായ VS ആണ് ഇന്നുച്ചയ്ക്ക് ശേഷം നമ്മെ വിട്ടു പിരിഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രധാന പ്രവർത്തന കേന്ദ്രം കേരളമായിരുന്നു എന്നെല്ലാവർക്കും അറിയാം. ഒന്നായിരുന്ന പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റിയിലും CPM-ൻ്റെ പോളിറ്റ് ബ്യൂറോയിലും ഒക്കെ അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രിയായും പ്രതിപക്ഷ നേതാവായും പ്രവർത്തിച്ചിട്ടുണ്ട്. പക്ഷേ കേരളമാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തന കേന്ദ്രം. പക്ഷേ അദ്ദേഹത്തിൻ്റെ തത്വശാസ്ത്രവും അതിലുള്ള വിശ്വാസവും അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളും പാർട്ടി രംഗത്തും സമരരംഗത്തും ഭരണരംഗത്തുമെല്ലാമുള്ള അദ്ദേഹത്തിൻ്റെ പോരാട്ടം അദ്ദേഹത്തെ ഒരു ദേശീയ നേതാവായിട്ട് തന്നെ ഉയർത്തുകയാണ് ഉണ്ടായിട്ടുള്ളത്. ഒരു സംസ്ഥാനത്ത് നിന്ന് പ്രവർത്തിച്ച് ദേശീയമായി ശ്രദ്ധിക്കപ്പെട്ട അപൂർവം നേതാക്കൾ മുമ്പിലാണ് അദ്ദേഹം. യഥാർത്ഥത്തിൽ VS-നെ പോലെ അടിസ്ഥാന വർഗത്തിൽ നിന്ന് ഉയർന്നു വന്ന് പോരാടി ഉയർന്നു വന്ന് പ്രവർത്തിച്ച് ദേശീയ തലത്തിൽ പ്രാധാന്യം നേടിയ മറ്റൊരു രാഷ്ട്രീയ വ്യക്തിത്വം ഇല്ല എന്ന് തന്നെ പറയാം. സമാനതയില്ലാത്ത ഒരു രാഷ്ട്രീയ വ്യക്തിത്വമാണ് അദ്ദേഹത്തിന് ഇന്ത്യയിൽ. അദ്ദേഹത്തിന് തുല്യരായിട്ട് ആരും തന്നെ ഉണ്ടെന്ന് തോന്നുന്നില്ല, ഒരു പാർട്ടിയിലും ഉണ്ടെന്ന് തോന്നുന്നില്ല. VS-ൻ്റെ പ്രവർത്തനത്തിലെ ആദ്യ കാലങ്ങൾ അദ്ദേഹം കേന്ദ്രീകരിച്ചത് അമ്പലപ്പുഴ താലൂക്കിലും അടിമകളെ പോലെ കഴിഞ്ഞിരുന്ന കർഷക തൊഴിലാളികളെ ഉണർത്തുന്നതിന് വേണ്ടിയുള്ള കുട്ടനാടൻ ഗ്രാമങ്ങളിലുമായിരുന്നു. തയ്യൽ തൊഴിലിൽ ഏർപ്പെടുകയും കയർ ഫാക്ടറിയിൽ പ്രവർത്തനം ആരംഭിക്കുകയും തൊഴിലാളിയായി പ്രവർത്തനം ആരംഭിക്കുകയും പുന്നപ്രവേലാർ സമരങ്ങളിൽ പോരാടുകയും ഒടുവിൽ പോവുകയും പൂഞ്ഞാറിൽ വെച്ച് ഒടുവിൽ വെച്ച് ആളുകൾ ഒറ്റിക്കൊടുത്ത് അദ്ദേഹത്തെ CP-യുടെ പോലീസ് പിടികൂടി ഭീകരമായി മർദ്ദിച്ച് കാലിൽ മൂർച്ചയുള്ള ബയണറ്റ് കുത്തിത്തിരികി ജീവിതാവസാനം വരെ അതിൻ്റെ ബുദ്ധിമുട്ട് അദ്ദേഹത്തിന് അനുഭവിച്ചെങ്കിലും ആ പുന്നപ്രവേല നാടിൻ്റെ ആ വിപ്ലവ വീര്യവും സമരവീര്യവും ധൈര്യവും പോരാട്ട വീര്യവും തെറ്റുകളോടും തെറ്റായ ആദർശങ്ങളോടും ആദർശങ്ങളിൽ നിന്ന് മാറി മറിഞ്ഞു പോകുന്നവരോടും യാതൊരു വിട്ടുവീഴ്ചയും കാണിക്കാത്ത ഉറച്ച നിലപാടെടുക്കുന്നതിലുമൊക്കെ അദ്ദേഹത്തിന് സമാനനായി നമ്മൾ ആരെയും കണ്ടിട്ടില്ല. അദ്ദേഹം കുട്ടനാട്ടിലെ അടിമകളായ കർഷക തൊഴിലാളികളെ ജന്മിമാർക്കെതിരെ സംഘടിപ്പിക്കുകയും ഇന്ത്യ രാജ്യത്ത് തന്നെ മാർക്സിസ്റ്റ് വീക്ഷണമുള്ള ആദ്യത്തെ കർഷക തൊഴിലാളി പ്രസ്ഥാനം തിരുവിതാംകൂർ കർഷക തൊഴിലാളി യൂണിയൻ അദ്ദേഹത്തിന് 18 വയസ്സ് മാത്രമുള്ളപ്പോൾ തിരുവിതാംകൂർ കർഷക തൊഴിലാളി യൂണിയൻ എന്ന പേരിൽ സംഘടിപ്പിക്കുകയും ചെയ്തു. പള്ളാത്തുരുത്തിയിൽ വെച്ചാണ് ആ സംഘടന രൂപീകരിക്കുന്നത്. ജാനകി എന്ന ഒരു തൊഴിലാളി മാതാവായി അധ്യക്ഷയായിരുന്നു. അന്ന് 18 വയസ്സ് പോലും പൂർത്തിയാകാത്ത VS അതിൽ അംഗമായിരുന്നു. അന്നതിൽ പങ്കെടുത്ത ആരും ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല. കുട്ടനാടിൻ്റെ പോരാട്ട ചരിത്രത്തിൽ VS ആണ് എക്കാലത്തെയും നായകൻ. പിന്നീട് വന്ന മാറ്റങ്ങൾ അറിയാം. ഭൂമി എല്ലാവർക്കും കൊടുത്തു, കുടികിടപ്പ് എല്ലാവർക്കും കൊടുത്തു, കേരളം മൊത്തം കൊടുത്തു. കുട്ടനാട്ടിൽ പ്രത്യേകിച്ച് കുട്ടനാട്ടിൽ സമരവീര്യമാർന്ന ഒരു കാർഷിക ജനതയെ അദ്ദേഹം വാർത്തെടുക്കുകയും കുട്ടനാട്ടിലെ ജനങ്ങൾ അടിമകളല്ലാതാവുകയും ചെയ്തത് അദ്ദേഹത്തിൻ്റെ പോരാട്ട ഫലമായിട്ടാണ്. ചരിത്രത്തിൽ ഈ കാര്യങ്ങളെപ്പറ്റിയൊന്നും ആഴത്തിൽ ചെന്ന് പരിശോധിച്ച് രേഖാപരമായി
അതിൻ്റെ വിശദാംശങ്ങൾ എഴുതാനൊന്നും ആരും തയ്യാറായിട്ടില്ല. അതിങ്ങനെ അദ്ദേഹം ഈ യൂണിയൻ സ്ഥാപിച്ചു എന്നൊക്കെ പറയൽ മാത്രമാണ്. പക്ഷേ അതിനപ്പുറമാണ്. അടിമകളായിരുന്നു അവർ. വെള്ളപ്പൊക്കം ഉണ്ടാവാതിരിക്കാൻ ഒരു കർഷക തൊഴിലാളിയുടെ ചോര ബണ്ടിൽ വീഴ്ത്തണം, എന്നിട്ട് ബണ്ട് ഉറപ്പിച്ചാലേ ബണ്ട് മുറിയാതിരിക്കുക എന്നുള്ള അന്ധവിശ്വാസം ഉണ്ടായിരുന്ന സ്ഥലമാണ്. ഒരുപാട് തൊഴിലാളികളുടെ ചോരയുടെ അടിത്തറത്ത് കൊന്നിട്ടുണ്ട്. അവർ മരിച്ചാൽ അവരുടെ ശവശരീരം പായിൽ പൊതിഞ്ഞ് കായലിലെറിയുന്ന പരിപാടിയാണ് ഉണ്ടായിരുന്നത്. ഒഴിച്ചിടാൻ പോലും സ്ഥലമില്ല. അങ്ങനെ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം നടക്കുമ്പോൾ അവിടുത്തെ അടിമകളായ ജനങ്ങളെ, അതൊരു ലാർജർ പെർസ്പെക്റ്റീവിലാണ്, അന്തർദേശീയ തലത്തിലാണെന്നുള്ളത് ശരിയാണെങ്കിലും ജോർജ് വാഷിങ്ടണും എബ്രഹാം ലിങ്കണും ഒക്കെ എങ്ങനെയാണോ നയിച്ചത്, അതിൻ്റെ ഒരു കുട്ടനാടൻ രൂപമായിരുന്നു. ഒരു സ്റ്റേറ്റിലല്ല, ഒരു പ്രദേശത്താണ് കുട്ടനാടൻ രൂപമായിരുന്നു അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള പോരാട്ടം. അങ്ങനെ പോരാടിയ വേറൊരാളില്ല. അടിസ്ഥാന വർഗത്തിന് വേണ്ടി ഇങ്ങനെ പോരാടി ദേശീയ നേതൃത്വത്തിലെത്തിയ ഒരു നേതാവും ഇന്ത്യയിലും എവിടെയോ ഒരു പാർട്ടിയിലുമില്ല. വായിൽ വെള്ളിക്കരണ്ടിയുമായിട്ടല്ല അദ്ദേഹത്തെ പോലുള്ളവർ ജനിച്ചത്. പോരാടിയാണ് ജനിച്ചത്. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഗുരു പാർട്ടി സ്ഥാപിച്ച സോ പി കൃഷ്ണപിള്ളയായിരുന്നു. അദ്ദേഹമാണ് 14 വയസ്സുള്ള VS-നെ കുട്ടനാട്ടിലെ പ്രവർത്തനത്തിന് അയക്കണം. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ചരിത്രമാണ്. ഈ ചരിത്രങ്ങൾ കൂടുതലായിട്ട് വെളി വരേണ്ടതായിട്ടുണ്ട്. ജി സുധാകരനാണ് VS അച്യുതാനന്ദനെ അനുസ്മരിച്ചത്. ഒന്നാം VS സർക്കാരിൽ അദ്ദേഹം VS-ന്റെ സഹപ്രവർത്തകനുമായിരുന്നു. VS-ന്റെ സമര ജീവിതത്തിന്റെ ഏടുകളാണ് ഇപ്പോൾ ജി സുധാകരൻ അനുസ്മരിക്കുന്നത്. കുട്ടനാടിന്റെ പോരാട്ട ചരിത്രത്തിൽ VS ആയിരുന്നു എല്ലാ കാലത്തെയും വിപ്ലവ നേതാവ് എന്ന് ജി സുധാകരൻ ഓർമ്മിപ്പിക്കുന്നു.